എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയപ്പെടുന്നത് ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നതിനെ കുറിച്ചുള്ളതായ കാര്യമാണ് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ പോകുന്നത്. വേദവായനയായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 3:11 വേദഭാഗമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുന്നത് ശുശ്രൂഷയ്ക്കായി ശുദ്ധീകരിക്കുന്നതായ ഒരു അനുഭവം അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ചാണ് അവിടെ പറയപ്പെടുന്നത്. സ്നാനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കായി കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ തക്കവണ്ണം ആ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ സ്നാനമേൽക്കുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും. അതിനുശേഷമാണ് കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷകൾ ഓരോന്നും ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയായി ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പൊന്ന് എങ്ങനെ ശുദ്ധീകരിക്കുന്നു അതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തുവും സുവിശേഷ വേലയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് എന്നുള്ളത് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, പൊന്ന് ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പൊന്ന് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും അല്ലാതെ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും, പൊന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അത് സ്വർണം മാത്രമല്ല, അതിൽ ചില കാര്യങ്ങൾ ചേർക്കുമ്പോഴാണ് അത് 99.95%, അതായത് 24 ക്യാരറ്റ് എന്ന് പറയപ്പെടുന്നതായ സ്വർണം ലഭിക്കപ്പെടുന്നത് എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ കാര്യമെന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെതായ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നവരും അതുപോലെ ആയിരിക്കണം. നമുക്കറിയാം, അത് ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം തീയിലൂടെ കടത്തിവിടുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ തീ ശുദ്ധീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഓരോരുത്തരും ശുദ്ധിയുള്ളവരായി ഒരുക്കമുള്ളവരായി നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി മാറേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകപ്പെടുന്നതായ കാര്യമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ വേലയ്ക്കായി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ഒരുങ്ങുക. കാരണം നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് പോലെ നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയും ഞങ്ങളുടെ പ്രത്യാശയുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് കർത്താവെ ഈ ഭൂമിയിൽ ശുശ്രൂഷയ്ക്കായി കർത്താവെ ഒരുങ്ങിയതുപോലെ കർത്താവെ അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവെ പൊന്നുപോലെ
കർത്താവെ 24 ക്യാരറ്റ് സ്വർണം എങ്ങനെയാണോ ഒരുക്കുന്നത് അതുപോലെ ഞങ്ങളും അവിടുത്തെ വയൽപ്രദേശത്തെ വേലയ്ക്കായി ഞങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവനെ നൽകി ഉയർത്തുന്നിട്ടിരിക്കുന്ന അരുമനാഥനായ യേശുവിൻ നാമത്തിൽ യാചിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാചന കേൾക്കണമേ നല്ല ദൈവമേ. ആമേൻ.